ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയൊരു പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളെ ചെമ്പരത്തിപ്പൂവിനൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ പേര് ഹിബിസ്കസ് അസെറ്റോ എല്ലാമാണ്. നമ്മുടെ വെണ്ട ചെടി വളരുന്നത് പോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. പൂവിന് നല്ല ഭംഗിയാണ്. ഒരു വള്ളിച്ചെടിയായിട്ട് നിറയെ തിക്കായിട്ട് വളർന്നു വരും. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ലീഫുകൾ ഗ്രീൻ ഷെയ്ഡുള്ള ഒരു വെറൈറ്റി. ഇത് നമ്മൾ റീപോർട്ടിങ്ങിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള പ്ലാന്റാണ്. നമ്മളെ പുറത്ത് ഔട്ട്ഡോറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ്. ഇത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് വീണ്ടും പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം, നിറയെ മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിലേക്കാണ് നമ്മൾ പ്ലാന്റ് നടാൻ പോകുന്നത്. അപ്പോൾ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് കരിയില, ചാണകപ്പൊടിയൊക്കെ എടുക്കുന്നുണ്ട്. കരിയില ഇട്ടതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വളമാണ് നമ്മൾ ചെടി നടാൻ വേണ്ടി എടുക്കുന്നത്. കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇതിൽ വിത്തുകൾ വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഈ പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഭാഗത്ത് വിത്തുകളുണ്ടാവും. അത് നമുക്ക് പാകിയും ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. ലീഫുകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്താൽ ലീഫുകൾ ഒന്നുകൂടി കളറാവും. നിറയെ പൂക്കളൊക്കെ വളർന്നു. ഈ വളം മാത്രം മതി ചെടികൾക്ക്. നമ്മൾ ഗ്രോ ബാഗിൽ വയ്ക്കുകയാണെങ്കിലും നിലത്ത് വയ്ക്കുകയാണെങ്കിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ചെടി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഒരു താങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പടർന്നു കയറി നിറയെ പെട്ടെന്ന് തന്നെ പൂക്കൾ വരുന്നൊരു വെറൈറ്റി കൂടിയാണ്. നമ്മുടെ ഫ്ലവറിങ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ചെടികൾ കൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്. പിങ്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെമ്പരത്തി. അതുപോലെ തന്നെ റെഡ് ചെമ്പരത്തിയാണ്. വലിയ പൂക്കൾ വിരിയുന്ന റോസാ ചെടി. ഇത് നമ്മളെ ഗ്രൂപ്പായിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു വൈറ്റ് റോസാണ്. റെഡ് റോസ്, ബൊഗൻവില്ല, പൂട്ട് തുടങ്ങിയിട്ടുള്ള ബൊഗൻവില്ലയാണ്. നിറയെ പൂട്ടിട്ടുള്ള ഒരു സെലോഷ്യ പ്ലാന്റ്, വെൽവെറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു വെറൈറ്റി നിറയെ പൂട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ, ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ്. ഗ്രൂപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പൂട്ട് നിൽക്കുന്ന അടീനം ചെടികളാണ്. ബൊഗൻവില്ലേൻ്റെ ഒരു മിക്സ്ഡ് വെറൈറ്റി, വൈറ്റും പിങ്കും മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ലീഫുകൾ അതേപോലെ തന്നെ ഒരു വാരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുകളാണ്. ഗ്രീനും യെല്ലോ മിക്സ് ആയിട്ടുള്ള. തെച്ചിപ്പൂവിലെ ഒരു വെറൈറ്റിയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഗാർഡനിങ് വിശേഷങ്ങൾ. പുതിയൊരു വെറൈറ്റി പ്ലാന്റ് നമ്മൾ പരിചയപ്പെട്ടു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.